ഏശയ്യ 66 അധ്യായം 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് അരുളി ചെയ്യുന്നു, ആകാശം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠവും. എന്ത് ഭവനമാണ് നിങ്ങൾ എനിക്ക് നിർമ്മിക്കുക? ഏതാണ് എൻ്റെ വിശ്രമസ്ഥലം? കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എൻ്റെ കരവേലയാണ്, ഇവയെല്ലാം എൻ്റെ തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനാണ് ഞാൻ കടാക്ഷിക്കുക. കാളയെ കൊല്ലുന്നവൻ മനുഷ്യനെ കൊല്ലുന്നവനെ പോലെയും, ആടിനെ ബലിയർപ്പിക്കുന്നവൻ പട്ടിയുടെ കഴുത്തൊടിക്കുന്നവനെ പോലെയും, ധാന്യബലി അർപ്പിക്കുന്നവൻ പന്നിയുടെ രക്തം കാഴ്ചവെക്കുന്നവനെ പോലെയും, അനുസ്മരണ ബലിയും ആയി ധൂപം അർപ്പിക്കുന്നവൻ വിഗ്രഹത്തെ വണങ്ങുന്നവനെ പോലെയുമാണ്. അവർ സ്വന്തം പാത തിരഞ്ഞെടുക്കുകയും അവരുടെ ആത്മാക്കൾ അവരുടെ മ്ലേച്ഛതകൾ സന്തോഷിക്കുകയും ചെയ്യുന്നു. ഞാൻ അവർക്കായി പീഡനം തിരഞ്ഞെടുക്കും, അവർ ഭയപ്പെട്ടത് അവരുടെ മേൽ വരുത്തും. കാരണം ഞാൻ വിളിച്ചപ്പോൾ ആരും വിളി കേട്ടില്ല, ഞാൻ സംസാരിച്ചപ്പോൾ അവർ ശ്രദ്ധിച്ചില്ല. അവർ എൻ്റെ ദൃഷ്ടിയിൽ തിന്മയായത് പ്രവർത്തിച്ചു, എനിക്ക് അനിഷ്ടമായത് അവർ തിരഞ്ഞെടുത്തു. കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുന്നവരെ, അവിടുത്തെ വചനം കേൾക്കുവിൻ. എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ ദ്വേഷിക്കുകയും പുറത്താക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ സഹോദരർ, കർത്താവ് മഹത്വം പ്രകടിപ്പിക്കട്ടെ, നിന്റെ സന്തോഷിക്കുന്നത് ഞങ്ങൾ കാണട്ടെ എന്ന് പരിഹസിച്ചു. എന്നാൽ അവർ തന്നെയാണ് ലജ്ജിതരാവുക. ഇതാ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദ കോലാഹലം, ദേവാലയത്തിൽ നിന്നൊരു സ്വരം, ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്ന കർത്താവിൻ്റെ സ്വരമാണത്. സമയമാകുന്നതിന് മുമ്പേ അവൾ പ്രസവിച്ചു, പ്രസവവേദന ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. ആരെങ്കിലും ഇങ്ങനൊന്ന് കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഒരു ദിവസം കൊണ്ടൊരു ദേശം ഉണ്ടാകുമോ? ഒരു നിമിഷം കൊണ്ട് ഒരു ജനത രൂപം കൊള്ളുമോ? പ്രസവവേദന തുടങ്ങിയപ്പോഴേ സിയോൻ പുത്രിമാരെ പ്രസവിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാകാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? നിന്റെ ദൈവം ചോദിക്കുന്നു, ജെറുസലേമിനെ സ്നേഹിക്കുന്ന നിങ്ങൾ അവളോടുകൂടെ ആനന്ദിച്ചുല്ലസിക്കുവിൻ. അവളെ പ്രതി വിലപിക്കുന്ന നിങ്ങൾ അവളോടൊത്ത് സന്തോഷിച്ച് നിർമ്മിക്കുവിൻ. അവളുടെ സാന്ത്വനസ്തനയം പാനം ചെയ്ത് തൃപ്തരാകുവിൻ. അവളുടെ മഹത്വത്തിൻ്റെ സമൃദ്ധി നുകർന്ന് സംതൃപ്തി അടയുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും, ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും. നിന്നെ അവൾ പാലൂട്ടുകയും എളിയിൽ എടുത്തുകൊണ്ട് നടക്കുകയും മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യുന്നു. അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, ജെറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും. അത് കണ്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ അസ്ഥി പുല്ലുപോലെ തളർക്കും. കർത്താവിൻ്റെ കരം അവിടുത്തെ ദാസോടു കൂടിയും കർത്താവിൻ്റെ രോഷം അവിടുത്തെ ശത്രുക്കൾക്കെതിരായുമാണെന്ന് അപ്പോൾ വെളിവാകും. കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളും, അവിടുത്തെ രക്തം കൊടുങ്കാറ്റ് പോലെ അവിടുത്തെ ഉഗ്രകോപം ആഞ്ഞടിക്കും. അവിടുത്തെ ശാസനം ആളിക്കത്തും. കർത്താവ് അഗ്നി പോലെ വിധി നടത്തും, എല്ലാ മർത്തരുടെയും മേൽ വാള കൊണ്ട് വിധി നടത്തും. കർത്താവിനാൽ വധിക്കപ്പെടുന്നവർ അസംഖ്യമായിരിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, മധ്യത്തിൽ നിൽക്കുന്നവൻ്റെ അനുയായികളായ ഉദ്യാനത്തിൽ പ്രവേശിക്കാൻ വേണ്ടി തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് സമർപ്പിക്കുകയും പന്നിയിറച്ചി, മ്ലേച്ഛ വസ്തുക്കൾ, ചുണ്ടലി എന്നിവ തിന്നുകയും ചെയ്യുന്നവർ ഒന്നിച്ച് നാശമടയും. അവർ അവരുടെ ചെയ്തികളും ചിന്തകളും അറിയുന്നു. ഞാൻ എല്ലാ ജനതകളെയും സകല ഭാഷകൾ സംസാരിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടാൻ വരുന്നു. അവർ വന്ന് എൻ്റെ മഹത്വം ദർശിക്കും. അവരുടെ ഇടയിൽ ഞാനൊരു അടയാളം സ്ഥാപിക്കും. അവരിൽ അതിജീവിക്കുന്നവരെ താർഷിഷ്, പുത്, വില്ലാളികൾ വസിക്കുന്ന ലുദ്, തുബാൽ, യാവാൻ, വിദൂര തീരദേശങ്ങൾ എന്നിങ്ങനെ എന്നെപ്പറ്റി കേൾക്കുകയോ എൻ്റെ മഹത്വം ദർശിക്കുകയോ ചെയ്തിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഞാൻ അയക്കും. അവർ എൻ്റെ മഹത്വ ജനതകളുടെ ഇടയിൽ പ്രഖ്യാപിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവിൻ്റെ ഭവനത്തിലേക്ക് ഇസ്രായേൽക്കാർ ശുചിയായ പാത്രത്തിൽ ധാന്യബലി വസ്തുക്കൾ കൊണ്ടുവരുന്നവരെ പോലെ അവർ നിങ്ങളുടെ സഹോദരന്മാരെ എല്ലാ ജനതകളിൽ നിന്നും കുതിരപ്പുറത്തും രഥങ്ങളിലും പല്ലക്കുകളിലും കോവർ കഴുതകളുടെയും ഒട്ടകങ്ങളുടെയും പുറത്ത് കയറ്റി എൻ്റെ വിശുദ്ധഗിരിയായ ജെറുസലേമിലേക്ക് കാഴ്ചയായി കൊണ്ടുവരും. അവരിൽ നിന്ന് കുറേ പേരെ പുരോഹിതന്മാരും ലേവ്യരുമായി ഞാൻ തിരഞ്ഞെടുക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ സൃഷ്ടിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുമ്പിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതികളും നാമവും നിലനിൽക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, അമാവാസി മുതൽ അമാവാസി വരെയും സാബത്ത് മുതൽ സാബത്ത് വരെയും മർത്തരെല്ലാവരും എൻ്റെ മുമ്പിൽ ആരാധനയ്ക്കായി വരും. കർത്താവ് അരുളി ചെയ്യുന്നു.
അവർ ചെന്ന് എന്നെ എതിർക്കുന്നവരുടെ ജഡങ്ങൾ കാണും. അവയിലെ പുഴുക്കൾ ചാവുകയോ അവരുടെ അഗ്നി ശമിക്കുകയോ ഇല്ല. എല്ലാവർക്കും അതൊരു വിഭസ്ത ദൃശ്യമായിരിക്കും.